ഇനി കാണാൻ പോകുന്ന മാംഗല്യം സീ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ അറിവാണ്. അപ്പോൾ ഈ എപ്പിസോഡിനകത്ത് അവന്തികയ്ക്ക് ഭയങ്കര ഞെട്ടലാണ്. കാരണം ഒന്ന്, നിത്യ ഏൽപ്പിച്ച പണി അന്തസ്സായി പാളി. കാരണം അർച്ചന കയ്യോടെ തന്നെ നിത്യയുടെ കള്ളത്തരങ്ങളൊക്കെ പൊക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് അവന്തികയുടെ കാമുകനായിരുന്ന ധനുഷിൻ്റെ കാര്യം അതിനെക്കാളും ഗംഭീരം. അഴിക്കുള്ളിലിരിക്കുന്ന ധനുഷിനെ കാണാൻ പോകുന്ന അവന്തിക ധനുഷിൻ്റെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചാലും ധനുഷ് ആദ്യം തന്നെ ചോദിക്കുന്ന ഒറ്റ ചോദ്യം, അത് ബുദ്ധിയുള്ളവൻ്റെ ചോദ്യമാണ്. നീ എന്തിനാണ് എൻ്റെയും ബിജുവിൻ്റെയും വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കാൻ പോയത്? ഈ ചോദ്യത്തിൻ്റെ മുന്നിൽ പതറി നിൽക്കുന്ന അവന്തികയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്നതിന് കമൻസ് ഷെയർസ് ലൈക്സിന് ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്ന് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഈ നിത്യ എന്താണ് അവന്തികയെ ഫോൺ വിളിച്ച് പറയുക. കാരണം തൻ്റെ കയ്യിൽ നിന്ന് കൈപ്പഴവ് സംഭവിച്ചു. കാരണം അത് കുത്താൻ വന്നതും അർച്ചന തടഞ്ഞതും പോരാത്തതിന് എന്താണ് മറ്റേ ആ ഒരു ഗൈനക്കൻ ഇത് കാണിച്ചത് എന്തിനുള്ളതാന്ന് തേടിയിട്ട് ആ ഗൈനക്കൻ്റെ വായിന്ന് ആവശ്യത്തിന് കൂടുതൽ നിത്യയ്ക്ക് കേട്ടിട്ടിരിക്കുന്നതൊക്കെ കണ്ടപ്പോഴത്തേക്ക് നിത്യയ്ക്ക് മനസ്സിലായി നിത്യയ്ക്ക് എന്താണ് അവന്തിയെ കൊടുത്ത ഓഫറായിട്ടുള്ള ഓഫറുകളൊന്നും ഇനി തൽക്കാലം കിട്ടാൻ പോകുന്നില്ല എന്നുള്ള കാര്യം നിത്യയ്ക്ക് മനസ്സിലായി. അപ്പം നിത്യ എന്താണ് ഈ കാര്യം മാഡം പണി പാളി, എൻ്റെ കയ്യിൽ നിന്ന് ഒരു കയ്യബദ്ധം വന്ന്. അപ്പോഴത്തേക്ക് അവന്തിക്ക് ഈ ഫോണിൽ കേട്ട് നിൻ്റെ കയ്യിൽ നിന്ന് എന്ത് കയ്യബദ്ധം വന്ന് എന്ന രീതി ചോദിക്കുമ്പോഴത്തേക്കും ഈ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയണം. അപ്പോഴത്തേക്കും അർച്ചന അവിടെയും അവന്തികയ്ക്ക് അടി കൊടുത്തത് കേട്ട് അർച്ചനയുടെ ആ ഒരു ബുദ്ധി കണ്ടിട്ട് നമ്മുടെ അവന്തികയ്ക്ക് എന്താണ് അത്രയ്ക്ക് സഹിക്കാൻ വയ്യാത്ത അമർഷമാണ്. എന്നിട്ട് എന്നാ നീ ഫോൺ വെച്ചേരെ, നിന്നെക്കൊണ്ട് ഇനിയും എനിക്ക് പണി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഫോൺ വെക്കുന്നത് തന്നെ. വെച്ചത് അവന്തിക ദേഷ്യത്തെ കയ്യിരുന്ന ഒരു ചായയുടെ കപ്പുണ്ടായി അതങ്ങ് നിലത്തങ്ങ് എറിഞ്ഞിട്ട് പൊട്ടിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഈ പണി നടന്നില്ലല്ലോ. കാരണം ഇതോടെ എന്താണ് നെല്ലിശ്ശേരിയുടെ അവകാശിയായിട്ട് ആതിരയുടെ കുഞ്ഞ്, ആതിര സന്ദീപിൻ്റെ കുഞ്ഞ് വരുന്നു എന്ന് പറയുന്നത് അവന്തിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യമല്ലേ. കാരണം ധനുഷിൻ്റെ ഇവളുടെയും കുട്ടീനെയാണ് നെല്ലിശ്ശേരിയിൽ എന്താണ് അവകാശിയാക്കി മാറ്റാനിരുന്നത്. പക്ഷെ ആ പണി പാളിപ്പോയില്ലേ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സന്ദീപം, അതുപോലെ സച്ചി ആവട്ടെ, അർച്ചന ആവട്ടെ, അതുപോലെ ആതിരയുടെ വീട്ടുകാരെല്ലാവരും ആവട്ടെ ഭയങ്കര ടെൻഷനകത്ത് നിൽക്കുകയാണ്. കാരണം ആതിരേനെ എന്താണ് ഡെലിവറി റൂമിൽ കയറ്റിയിരിക്കും. എന്താണ് ആ ഒരു പ്രസവം കഴിയുന്നവരെ ഉള്ള ടെൻഷനകത്താണ് എല്ലാവരും ഇരിക്കുന്നത്. ഇവിടെ സാധാരണ സന്ദീപിന് മാത്രമാണ് ആ ഒരു ടെൻഷൻ വരേണ്ടത്. പക്ഷേ ഇവിടെ കുടുംബത്തിലെ ഓരോ വ്യക്തിക്കും മീര ചേച്ചിക്ക് ഉൾപ്പെടെ എല്ലാവരും ഭയങ്കര ടെൻഷൻ കാത്തിരിപ്പാണ്. അപ്പോൾ ആ കാത്തിരിപ്പിൻ്റെയൊക്കെ നടുവിൽ അവരെ ടെൻഷൻ്റെ ആ നിമിഷത്തിൻ്റെ ആ ഒരു പീക്ക് നിൽക്കുമ്പം എന്താണ് കുഞ്ഞിൻ്റെ കരച്ചിലിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അതായത് അവിടെ എന്താണ് പ്രസവം നടന്നു കഴിഞ്ഞു. ഇവിടെയൊക്കെ എന്തൊക്കെ ചതിക്കാൻ നോക്കിയിട്ടും ആതിരയുടെയും സന്ദീപിൻ്റെയും കുട്ടിക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ അവർക്ക് നല്ലൊരു പെൺകുഞ്ഞാണ് ജനിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ആദ്യം തന്നെ ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് നേരെ എന്താണ് കൊടുക്കുമ്പോൾ ഈറ്റ് മേടിക്കുന്ന നമ്മുടെ അർച്ചനയാണ് മേടിക്കുന്നത്. അപ്പോൾ അർച്ചനയുടെ മുഖത്തെ സന്തോഷം ഒന്ന് കാണണം. അത് താൻ തന്നെ മാതാവായുന്ന സന്തോഷമാണ് സമയത്ത് അർച്ചനയുടെ മുഖത്ത് മൊത്തം കാണുന്നത്. അപ്പോൾ അർച്ചനയുടെ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്ര രീതിക്കത്താണ് ആ കുഞ്ഞിനെ ആദ്യം തന്നെ കൈ ഏറ്റ് മേടിക്കുമ്പോൾ താൻ തന്നെ ആ കുഞ്ഞിൻ്റെ അമ്മയാണ്, അതായത് ആദ്യം തന്നെ താൻ മാതാവായി എന്നൊരു സന്തോഷം പോലെയാണ് കുഞ്ഞിൻ്റെ കൈ ഏറ്റ് മേടിച്ചിട്ട് എല്ലാവരിൽ നിന്ന് മാറിപ്പോയി കുഞ്ഞിനെ അങ്ങ് താലോലിക്കുക. അത് കാണുമ്പോഴത്തേക്കും കമലയിടത്തേക്കും മാഷിനും കണ്ണ് നിറയോ. കാരണം എന്താണ് അർച്ചനയ്ക്ക് അങ്ങനത്തെ ഒരു വിധി ഇല്ലല്ലോ. ആ വിധി ഇല്ലാഞ്ഞിട്ടും എൻ്റെ എന്താണ് പറയുന്ന ആ അർച്ചന മോക്ക് എന്തുമാത്രം എന്താണ് സന്തോഷമാണ്, സ്വന്തം അനിയത്തിയുടെ കുട്ടിയാണ് കയ്യിരിക്കുന്നത്. അപ്പം അർച്ചന തന്നെ ഒരു മാതാവാകുവാണ് ണെങ്കിൽ എന്തുമാത്രമാക്കി എൻ്റെ കുട്ടിക്കുള്ള സന്തോഷം വന്നിട്ട് അത് നോക്കി എന്താണ് ആനന്ദം കൊണ്ടൊരു ഭാഗം എന്ന ഒരു സങ്കടവും രണ്ടും കലർന്ന ഒരു എന്താണ് ആ ഒരു സങ്കടമാണ് നമ്മുടെ മാഷിനെ കമലെടുത്തേക്ക്. അതുപോലെ തന്നെ അത് നോക്കി സങ്കടപ്പെടണം നമ്മുടെ സച്ചി. കാരണം അർച്ചനയ്ക്ക് എന്തുമാത്രം ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു അമ്മയാകാനുള്ള അർച്ചന ആഗ്രഹം എന്ത് തീവ്രമാണെന്നുള്ള കാര്യം അർച്ചന ആ ഒരു താലോലിക്കുന്ന ആ ഒരു കാണുമ്പോൾ നമ്മുടെ സച്ചിക്ക് മനസ്സിലാവണം. ആടോ ഞാൻ സമാധാനിപ്പിക്കുന്ന എന്ന രീതിയിൽ സച്ചിയുടെ മനസ്സെങ്ങാണ് അങ്ങനെ രീതി ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് സച്ചിയുടെ മനസ്സ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവരും ഭയങ്കര ഹാപ്പിക്കായി നിൽക്കുന്നു. മീരടുത്തേക്ക് എന്താണ് അർച്ചന നോക്കുന്നത്. അപ്പോൾ അർച്ചന എന്താണ് പെട്ടെന്നാണ് എല്ലാവരും നോക്കുമ്പോഴത്തേക്കും എന്താണ് അവിടുന്ന് വന്ന് എന്താണ് കുഞ്ഞിനെ ഇനി കുറച്ച് നേരത്തെ ഇൻക്യുബേഷൻ വെക്കണമല്ലോ, അതിന് വേണ്ടി കുട്ടി എന്താണ് മേടിച്ചുകൊണ്ട് പോകുന്നതാണ് കാണിക്കുന്നത്. നമ്മുടെ നന്ദൻ സന്ധ്യേനം കൊണ്ട് എന്താണ് വീട്ടിലേക്ക് വിടാൻ വേണ്ടി പോകണം. അപ്പം കാർ ഇവർ എന്താണ് അവർ രണ്ടുപേരും എന്താണ് ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അർച്ചനയുടെ ഒരു കോൾ വരുന്നുണ്ട്. അപ്പോൾ അർച്ചനയുടെ കോൾ വരുന്നതിന് മുമ്പേ തന്നെ നന്ദൻ എന്താണ് ഈ പറയുന്ന സന്ധ്യയുടെ നല്ല റൊമാൻറ്റിക്കായിട്ട് സംസാരിക്കുക. അപ്പം താൻ ഇഷ്ടപ്പെട്ട വ്യക്തി തൻ്റെ കൂടെ ഉണ്ട്, അത് ആ ഒരു ഇഷ്ടം പറയാതെ പറഞ്ഞ് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് സന്ധ്യ. അപ്പം സന്ധ്യയ്ക്ക് എന്താണ് ആ ഒരു ഇഷ്ടം ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ സന്ധ്യ ഒറ്റയ്ക്കല്ല, ഒറ്റയ്ക്കാകുമ്പോഴേ അത് ഒറ്റയ്ക്കാകണ്ട എന്നൊക്കെ തോന്നത്തുള്ളൂ എന്നൊക്കെ എന്താണ് നന്ദൻ്റെ വക കുറേ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നന്ദൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം താൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിട്ട് കാനഡയിൽ പോകണമെന്നാണ്. ആ ഒരു ആഗ്രഹം ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്യണം അതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ആഗ്രഹമൊക്കെ നടക്കട്ടെ എന്ന് നമ്മൾ ഈ സന്ധ്യ എന്താണ് അതിനൊരു ബെസ്റ്റ് വിഷസും കൂടെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അർച്ചനയുടെ കോൾ കയറി നമ്മൾ സന്ധ്യയ്ക്ക് എത്തും. അപ്പോൾ സന്ധ്യയ്ക്ക് എടുത്തിട്ട് ചോദിക്കുമ്പോഴത്തേക്കും എന്താ അർച്ചന പെട്ടെന്ന് വിളിച്ചത്? അല്ല ഞാനിപ്പം ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്, അപ്പം അത് എന്തിനുള്ള മെഡിസിനാണെന്നൊന്ന് പറയാൻ നോക്കുമ്പം ഉടൻ തന്നെ സന്ധ്യ എന്താണ് പേടിച്ച് വിളിച്ച് പറയുമോ, അയ്യോ ഇത് കൊടുക്കാനേ പാടില്ല, ഇതെന്ന് പറയുന്നത് ഭയങ്കര എന്താണ് ഭയങ്കര ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിനകത്ത് അത് വയറ്റിൽ കിടക്കുന്ന
കുഞ്ഞ് എന്താണ് ജീവനില്ല എന്നൊരവസ്ഥയിലേക്ക് വരുമ്പോൾ ആ കുഞ്ഞ് എന്താണ് സുഖപ്രസവം പോലെ രീതി പുറത്തിറങ്ങാൻ വേണ്ടി കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതെന്താണ് സൂക്ഷിച്ചും കണ്ടല്ലാതെ ഇത് ആരും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പം അർച്ചന അത് ഭയങ്കര കേട്ട് ഞെട്ടി നിൽക്കുകയാണ്. കാരണം ഇവർ ഇത്രമാത്രം കുഞ്ഞിനെ ഇല്ലാതാക്കി കളയാൻ അത്രമാത്രം ക്രൂരതയാണല്ലോ ഈ അവന്തികേടത്തെ മനസ്സിനകത്ത് ഇത്രയും മാത്രം വന്ന് എന്നൊക്കെ അർച്ചന ചിന്തിച്ച് അർച്ചനയ്ക്ക് അവരോട് അത്രമാത്രം ദേഷ്യം. പിന്നെ കാണിക്കുന്ന നേരെ അവന്തിക ധനുഷിനെ കാണാൻ വേണ്ടി പോരുക. കാമുകനെ കാണാൻ ഇതുവരെ പോയില്ലല്ലോ. അപ്പം അങ്ങനെ കാമുകനെ കാണാൻ പോവുകയാണ്. അപ്പം കാമുകി എന്താണ് ആദ്യം ഭയങ്കര സങ്കടമൊക്കെ അങ്ങ് അഭിനയിച്ച് നിൽക്കുക. എന്തായാലും നീ ഇതിൻ്റെ അകത്തായി പോയല്ലോ, അതിൻ്റെ ദുഃഖം എനിക്ക് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ധനുഷ് പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യം ചോദിക്കുക. നീ എന്തിനാ അവന്തികയെ എൻ്റെയും അതുപോലെ തന്നെ ബിജുവും ഞാൻ ഒരുമിച്ച് നിന്ന് സംസാരിക്കുന്ന വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തത്? ഞാൻ ആ വീഡിയോ അയച്ചിട്ടൊന്നുമില്ല. നിനക്ക് എന്തൊക്കെയാണ് നിനക്ക് തോന്നുന്നത്? നിനക്കപ്പോൾ അത്രയ്ക്കേ വിവരമുള്ളൂ. ഞാൻ ഈ വീഡിയോ അയച്ചെന്നില്ല. അങ്ങനെ അയക്കുകയാണെങ്കിൽ എനിക്ക് എത്രയൊക്കെ വീഡിയോ അയക്കാം. പക്ഷേ ഇതൊന്നും പറയുന്നതിനകത്ത് അത്രമാത്രം വിശ്വാസമൊന്നും ഈ പറയുന്ന ധനുഷിനില്ല. അവന്തിക ആരാ മോളെന്നുള്ള കാര്യം ധനുഷിന് അറിയാതാണോ? ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞതാണ്, നീ മര്യാദയ്ക്ക് വന്ന കാര്യത്തിൻ്റെ പണി കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടുപേർക്ക് എത്രയും വേഗം ഇവിടുന്ന് പോകാം. പക്ഷേ നിനക്കതൊന്നും കേൾക്കണ്ട. നിനക്ക് അപ്പോഴത്തേക്കും കല്യാണം കഴിക്കണം. ആ കല്യാണം കഴിക്കാൻ പോയതിൻ്റെ ഫലമാണ് ഇപ്പം എന്തായിട്ട് നീ കമ്പിക്കകത്ത് അയക്കുന്നത്. എന്നിട്ട് ഞാൻ നിൻ്റെയും അവൻ്റെയും കൂടെ വീഡിയോ എടുത്ത് ഞാൻ അയച്ചു കൊടുത്തത്. എനിക്ക് ഈ വീഡിയോ എടുക്കാനാണ് ഈ ഒറ്റ വീഡിയോ ഒന്നോടാ എടുക്കാനുള്ളത്. എന്തൊക്കെ എനിക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് എന്താണ് ധനുഷ് എന്താണ് ഇച്ചിരി ഒന്ന് എന്താണ് ആ ഒരു ട്രാപ്പിലേക്ക് വീടാണ്. നിൻ്റെ വീഡിയോ എടുത്താൽ ഇത്രയും നാളായിട്ട് ആരാ നിനക്ക് മനസ്സിലായി? അർച്ചന അറിയാതെ നമ്മളറിയാത്ത മറ്റാരും നമ്മുടെ പിറകെ അർച്ചനെ വിട്ടിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അർച്ചനയ്ക്ക് എങ്ങനെയാണ് നീയും ബിജുവും തമ്മിൽ സംസാരിച്ച അതേ സ്ഥലത്ത് വീഡിയോ കിട്ടുന്നത്? പിന്നെ നീ സച്ചിയെ പൂട്ടിയിട്ട സ്ഥലം അർച്ചന എങ്ങനെ ഇത്ര പെട്ടെന്ന് കണ്ടുപിടിക്കും? ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത സ്ഥലത്തല്ലേ നീ അവനെ പൂട്ടിയിട്ട്? എന്നിട്ട് അവൾ പ്രത്യേക രീതിക്ക് അത് കണ്ടുപിടിച്ചില്ലേ? നമുക്ക് എത്ര നേരം എടുത്ത് അവളത് കണ്ടുപിടിക്കുകയും ചെയ്ത് തിരിച്ച് കൊണ്ടുവന്ന് കല്യാണം മുടക്കുകയും ചെയ്ത്. നിന്നെ അവിടെ വീട്ടിനകത്ത് ആരെങ്കിലും കൈ കിട്ടിക്കഴിഞ്ഞാൽ നിന്നെ തല്ലി കൊല്ലുന്ന അവസ്ഥയ്ക്കകത്തിരിക്കും. നിന്നോടുള്ള അമർഷമൊന്നും ആർക്കും തീർന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യം പറയാം, നീ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഈ 14 ദിവസത്തിൻ്റെ രാവും പകലും നീ കാരാഗ്രഹവാസം അനുഭവിക്കണം എന്നുള്ളത് നിൻ്റെ വിധിയിലുണ്ടായിരുന്നു. പക്ഷേ 15-ാം ദിവസം നീ പുറത്തിറങ്ങുമ്പോൾ നിനക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വക്കീലിനെ ഞാൻ വയ്ക്കും. ഈ നാട്ടിലെ ഏറ്റവും നല്ല രീതിയിൽ വാദിക്കുന്ന ഒരു വക്കീൽ നിനക്ക് വേണ്ടി കാണും. നീ പുറത്തിറങ്ങിയിട്ട് ചുമ്മാതിരിക്കില്ല. ചെയ്യാനുള്ള പണികൾ ഒന്നൊന്നായി ചെയ്യണം. അതുകൊണ്ട് ഈ 14 ദിവസം പാഴാക്കി കളയാതെ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യും. അവളങ്ങ് ഓരോ കരുക്കൾ വെട്ടി നീക്കി അവൾ ജയിച്ചുകൊണ്ടിരിക്കും. അർച്ചന ഇപ്പം അവളുടെ അനിയത്തിയുടെ കുഞ്ഞ് അവിടെ ജനിച്ച് വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്കൊരു ചുക്കും ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പം നെല്ലിശ്ശേരിയുടെ സർവ്വസമ്പത്തിൻ്റെ അവകാശിയാണ് അവളുടെ കൊച്ചിന് പ്രസവിച്ച് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ രണ്ടുപേരും അനുഭവിക്കണ്ടേ? അതിനകത്ത് കൈയിട്ട് വരാൻ വേണ്ടി ഒരു കൊച്ചും കൂടെ ആയില്ല ഇപ്പോഴത്തേക്ക് എന്നൊക്കെ പറയുമ്പോൾ ധനുഷിന് എന്താണ് വീണ്ടും ഫ്രസ്ട്രേഷൻ, അതായത് സ്വത്ത് പോകുമെന്ന രീതിയിൽ. അപ്പോൾ ധനുഷ് പറയും, ഇത്രയും നാൾ ഞാൻ സ്നേഹം അഭിനയിച്ചാണ് ഇത്രയും കാര്യങ്ങൾ നേടിയെടുത്തത്. ഇനി സ്നേഹമല്ല, ഇനി ചതി കൂടെയാണ് ജയിക്കാൻ തീരുമാനിക്കുന്നത്. അതിന് നീ എന്ത് ചതിക്കാനാ? ഇനി നീ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കാൻ നിൽക്കുമോ? പറയുന്നുണ്ട്, നീ നന്ദനെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കണം. ബെസ്റ്റ്, നന്ദനെ ഇവിടേക്ക് വരണമെന്ന് ഞാൻ പറയുന്നതിനേക്കാളും നല്ലതേ ഈ ഒരു കമ്പി ഉള്ളത് നിനക്ക് രക്ഷാന്നേ പറയത്തുള്ളൂ. അല്ലെങ്കിൽ നെല്ലിശ്ശേരിയിലെ ആൾക്കാർ വന്ന് നിന്നെ ഇവിടെ ഇട്ട് അടിച്ചതിനാണ്. കമ്പി ഉള്ളതുകൊണ്ട് നീ രക്ഷപ്പെട്ട് കിടക്കുന്നേ ഉള്ളൂ. നന്ദൻ ഇങ്ങോട്ടിങ്ങനെ എന്ത് പറഞ്ഞു പറഞ്ഞാൽ നീ പറയുന്നത് ഇനി നന്ദൻ വിശ്വസിക്കുമോ? പേര് തൊട്ട് അച്ഛനമ്മ വാടക എങ്ങനെ എന്തൊക്കെ കള്ളത്തരോ. ഇനി നന്ദൻ നീ പറയുന്ന എന്തെങ്കിലും വിശ്വസിക്കുമോ? നീ നന്ദനൊന്ന് എത്തിച്ചു തരാൻ നോക്ക്. ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ അറിയാം. വികാരപരമായി നന്ദനോട് സംസാരിക്കാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഓവർ കോൺഫിഡൻസ് കണ്ടിട്ടും അവന്തിക പറയുന്നുണ്ട്, എന്നെ കൊണ്ട് പറ്റില്ല. അതിനേക്കാളും ഭേദം ഞാൻ നന്ദനോട് പോയിട്ട് നിനക്കും എനിക്കും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അവനോട് തുറന്ന് പറഞ്ഞാൽ അതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത്. അപ്പോൾ എനിക്ക് പറയാനില്ല, നീ ആയിട്ട് ഡയറക്റ്റ് പറയണമെന്നില്ല. എൻ്റെ ഒരു സുഹൃത്താണെന്ന രീതിയിൽ നീ ആരെങ്കിലും ഒന്ന് കളത്തിലിറക്കിയിട്ട് നന്ദനെ പോയി കണ്ടിട്ട് എനിക്ക് അവനൊന്ന് കാണണമെന്ന് പറ. അവനെ കണ്ടിട്ട് എന്തോ ചെയ്യാനാ? നന്ദൻ അത്ര മണ്ടനാ വിചാരിക്കല്ലേ? അപ്പോഴത്തേക്കും ധനുഷ് പറയാം, അവൻ മണ്ടൻ അല്ലെങ്കിൽ പിന്നെ എന്താണെന്നാ പറയണ്ടത്? നീ അവനെ എത്രയോ വർഷക്കാലം അവനെ ആരും കാണാതെ പൂട്ടിയിട്ട് നിന്നോട് പോലും ക്ഷമിച്ചിട്ട് നിൻ്റെ കൂടെ ഒരുമിച്ച് ജീവിക്കുന്നതിൽ അവനെ മണ്ടൻ എന്നല്ലാതെ എന്താ വിളിക്കേണ്ടത്? അവൻ്റെ മണ്ടത്തരം എന്തുമാത്രം കാണുന്നുള്ള കാര്യം ഇതിൻ്റെ അപ്പുറത്തേക്ക് ഊഹിക്കാൻ വേറെ വല്ല എക്സാമ്പിൾ ഉണ്ടോ? അതുകൊണ്ട് നീ ഞാൻ പറയുന്ന അങ്ങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരുള്ള ഒരു കോൺവെർസേഷനകത്ത് ഇനി നന്ദനെ തന്നെ ട്രാപ്പ് ചെയ്യാനാണ് ടാർഗറ്റ് എന്നാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് എന്താണ്, അർച്ചന കുഞ്ഞിനെ താലോലിച്ചുകൊണ്ടിരിക്കുമല്ലേ. അപ്പോഴത്തേക്ക് എന്താണ് വല്യമ്മയുടെ മോളെ എന്നൊക്കെ പറഞ്ഞ് താലോലിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് ഇനി മൂത്തമ്മയായിട്ടുള്ള അവന്തികയുടെ എൻട്രി. അപ്പോഴത്തേക്കും അതെങ്ങനെയാ നീ വല്യമ്മയുടെ മാത്രം മോളാവുന്നത്? ഞാനല്ലേ മൂത്ത വല്യമ്മ. ഇനി അർച്ചന വല്യമ്മയാണെങ്കിൽ ഞാൻ മൂത്തമ്മയാണ് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ അങ്ങ് എന്താണ് കയ്യിലെടുക്കുവാണ്. അത് നമ്മുടെ ആതിരയുടെ മനസ്സിൽ വിഷം കുത്തുന്ന രീതിയിൽ അങ്ങ് പറഞ്ഞു കൊടുക്കുവാണ്. ഈ കുഞ്ഞിനെ എല്ലാവരുടെ കയ്യിലേക്കൊന്നും കൊടുക്കല്ലേ. ഇന്ന് എന്തൊക്കെയാണ് പഴന്ന് പിടിക്കുന്നത്, നമുക്ക് അങ്ങനെ ഒന്നും വിശ്വസിച്ച് 6 കയ്യിലും കുഞ്ഞിനെ ഏൽപ്പിക്കാൻ പറ്റില്ല. നീ തന്നെ കൈ വെച്ചോണം എന്നൊക്കെ പറഞ്ഞ് ആതിരയുടെ എന്താണ് ഒന്ന് കയ്യിലെടുക്കാനുള്ള ചില പരിശ്രമമൊക്കെയാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കുഞ്ഞിനെ ആ കൈ വെച്ചിട്ട് ഇവർ ആ ഡയലോഗും ഇവൾ ഈ ചെയ്ത പ്രവൃത്തി ആ കുഞ്ഞ് ജനിക്കുന്നതിന് തൊട്ട് മുന്നേ വരെ അത് നശിപ്പിക്കാൻ പോയ അത്ര പരിശ്രമവും എന്നിട്ട് ഇപ്പം മൂത്തമ്മ എന്ന രീതിയിൽ വന്നിട്ടിരിക്കുന്ന ആ ഒരു ഡ്രാമ ഉണ്ടല്ലോ, അത് കണ്ട് അർച്ചന ദേഷ്യത്തിൽ ഇവരിനി എന്തും ചെയ്യാൻ തയ്യാറായി
നിൽക്കുവാന്നല്ലോ എന്ന് തന്നെ അർച്ചന എന്നാൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന കാണിച്ചാണ് അടുത്ത എപ്പിസോഡ് ഇനി. അപ്പോൾ എല്ലാവരും കാണുമോ, ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യുന്നതിൻ്റെ കമൻസും ഷെയർസ് ലൈക്സിന് ആരും മറക്കണ്ടല്ലോ. ബൈ.